അസ്സലാമു അലൈക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ വടകരയിൽ നിന്ന് നമ്മൾ ബാംഗ്ലൂരിലേക്ക് തിരിക്കുന്ന വീഡിയോ ആണ്. നമ്മൾ മൈസൂർ വഴിയാണ് ബാംഗ്ലൂരിലേക്ക് വരുന്നത്. അപ്പോൾ അതിനിടയിൽ വെച്ച് നമ്മൾ രമ്യ ഹോട്ടലിൽ നിന്ന് വടകര രമ്യ ഹോട്ടലിൽ നിന്ന് തന്നെയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അതിനുശേഷമാണ് നമ്മൾ മൈസൂറിലേക്ക് തിരിക്കുന്നത്. മൈസൂരിലെത്തിയ ശേഷമാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് അവരവരുടെ വീടുകളിലേക്ക് പോയത്. അപ്പം നമ്മൾ മൈസൂരിൽ കുറച്ച് കാഴ്ചകളും കൂടെ കാണാൻ ഇറങ്ങുകയായിരുന്നു. മൈസൂറിലേക്ക് നമ്മൾ വിരാജ്പേട്ട വഴിയാണ് തിരിച്ചത്. വിരാജ്പേട്ട ഫോറസ്റ്റിലൂടെയാണ് നമ്മൾ മൈസൂറിലേക്ക് തിരിച്ചത്. അപ്പോൾ ആ വഴി വരുമ്പോൾ കൂർഗൊക്കെ താണ്ടിയാണ് നമ്മൾ മൈസൂരിലെത്തുന്നത്. അങ്ങനെ വളരെ മനോഹരമായ കൂർഗിലെ കാഴ്ചകളും കുറേ ചെടികളുടെ വീഡിയോകളും ഒക്കെ എടുക്കാൻ പറ്റി. കുറേ ചെടികളൊക്കെ അവിടുന്ന് വാങ്ങാൻ പറ്റി. അങ്ങനെ അതൊക്കെ വാങ്ങിയൊക്കെയാണ് നമ്മൾ മൈസൂരിലേക്ക് എത്തുന്നത്. മൈസൂരിലെത്തിക്കഴിഞ്ഞ ശേഷം നമ്മൾ ഊണ് കഴിക്കാൻ കയറിയത് മൈസൂരിലെ വളരെ ഫേമസ് ആയിട്ടുള്ള പൂജാരീസ് ഫിഷ് ലാൻഡിലാണ് നമ്മൾ ഊണ് കഴിക്കാൻ കയറിയത്. അവിടുത്തെ ആംബിയൻസ് ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ആംബിയൻസ് ആയിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അതെല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ വളരെ മനോഹരമായ വിരാജ് ഫോറസ്റ്റിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. വളരെ മനോഹരമായ ഒരുപാട് കാഴ്ചകൾ ഈ ഫോറസ്റ്റിനുള്ളിൽ കാണാൻ സാധിച്ചു. അങ്ങനെ അതൊക്കെ കണ്ടാണ് നമ്മൾ കൂർഗിലെത്തുന്നത്. കൂർഗിൽ നിന്ന് നേരെ മൈസൂറിലേക്കാണ്. പൂജാരീസ് ഹോട്ടലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ എക്സ്പ്രസ് ഹൈവേ തന്നെയാണ് ഈ ഹോട്ടലുള്ളത്. ബാംഗ്ലൂർ ടു മൈസൂർ എക്സ്പ്രസ് ഹൈവേയിൽ തന്നെയാണ് ഈ ഹോട്ടലുള്ളത്. നമുക്ക് ഏത് വഴി പോയാലും പൂജാരീസ് ഹോട്ടൽ കാണാവുന്നതാണ്. ഗൂഗിളിൽ അടിച്ചു നോക്കിയാലും പെട്ടെന്ന് അറിയാൻ പറ്റുന്നതാണ്. അവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഫിഷ് തന്നെയാണ്. മാംഗ്ലൂർ സ്റ്റൈലിലുള്ള ഫിഷ് കറികളും ഫ്രൈകളും ഒക്കെയാണ് അവിടുത്തെ സ്പെഷ്യൽ വിഭവമായിട്ട് തരും. പിന്നെ ബാക്കി എല്ലാ സംഭവങ്ങളും ഉണ്ട്. വെജും നോൺ വെജും എല്ലാം ഉണ്ട്. എല്ലാം നല്ല ടേസ്റ്റിൽ തന്നെയാണ് അവർ ചെയ്തു വച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ കയറി ഭക്ഷണം മാത്രമല്ല, നമുക്കവിടെ യഥേഷ്ടം ഓരോ കാഴ്ചകൾ കാണാൻ നല്ല രസമാണ്. അവിടെ ഓരോ ശില്പങ്ങളും ചെയ്തു വെച്ചിരിക്കുന്ന കാണാനും, പൂക്കളുടെ വീഡിയോകൾ കാണാനും, പൂന്തോട്ടം കാണാനും, പിന്നെ വിൻറ്റേജ് കാറുകളും വിൻറ്റേജ് മോട്ടോർ സൈക്കിളുകളും ഒക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഹോട്ടലാണ് പൂജാരീസ് ഹോട്ടൽ. പിന്നെ അവിടെ കുട്ടികൾക്ക് കാഴ്ചയ്ക്കായിട്ട് ഒരു കന്നുകാലി വളർത്തുന്ന ഒരു ചെറിയൊരു തൊഴുത്തുണ്ടെന്ന് തന്നെ പറയാം. ആ തൊഴുത്തിൽ പശുക്കളും പിന്നെ കാളകളും ഒക്കെ ഉണ്ട്. അതെല്ലാം കുഞ്ഞുങ്ങൾക്ക് കാണാൻ വളരെ ഇഷ്ടമായിരിക്കും. അപ്പോൾ എൻ്റെ റേനുകുട്ടനൊക്കെ അതിൽ ശരിക്കും എൻജോയ് ചെയ്ത് ആ കാളകളെയൊക്കെ കാണുന്നതും പശുക്കുട്ടികളെ തൊടാനും തടവാനും ഒക്കെ അവന് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി. അങ്ങനെ നമ്മൾ പൂജാരി ഹോട്ടലിൽ കുറേ നേരം വെയിറ്റ് ചെയ്ത് നമ്മൾ. കാരണം ഇങ്ങനെ ഇതൊക്കെ കാണാനും എടുക്കാനും ഒക്കെ നമുക്ക് ഒത്തിരി ചിലവഴിക്കാൻ സമയം കിട്ടി. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള കാഴ്ചകൾ കാണാൻ പോയത്. ഇത് കൂർഗിലുള്ള ഒരു നഴ്സറിയാണ്. അപ്പോൾ ഈ നഴ്സറിയിൽ നിന്നാണ് ഞാൻ കുറച്ച് ചെടികളൊക്കെ വാങ്ങിയത്. നല്ല ലാഭത്തിനാണ് എനിക്ക് ചെടികൾ അവിടെ നിന്ന് കിട്ടിയത്. നമുക്കിഷ്ടപ്പെടുന്ന എല്ലാ ഐറ്റം ചെടികളുമുണ്ട്. പൂക്കളൊന്നും ഒരുപാട് വിരിയാത്തതുകൊണ്ട് നമുക്ക് കളറുകൾ മനസ്സിലാക്കാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ. ഞാൻ ചെന്ന സമയത്ത് പൂക്കൾ വിരിയുന്ന സമയം അല്ലാത്തത് കൊണ്ടായിരിക്കും. പൂക്കൾ വിരിഞ്ഞ ചെടികളും ധാരാളമായിട്ട് ഈ നഴ്സറിയിലുണ്ട്. ഇതിന് ഓപ്പോസിറ്റായിട്ട് തന്നെയാണ് ഒരു റെസ്റ്റോറൻ്റ് ഉള്ളത്. അവിടെ ഇറങ്ങി നമ്മൾ ക്ഷീണം മാറ്റാനുള്ള ജ്യൂസും പഴങ്ങളും ഒക്കെ കഴിച്ച ശേഷമാണ് വീണ്ടും യാത്ര തിരിച്ചത്. അപ്പോൾ ഈ മനോഹരമായ വീഡിയോ നമുക്കൊന്ന് കണ്ടുവരാം. ഇതിലുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തരാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും.
റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് മുഴുവൻ കാപ്പിത്തോട്ടങ്ങളാണ്. കാപ്പിക്കുരുവും പൂക്കളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വെറും പച്ചില മാത്രമായിട്ടാണ് കാപ്പിത്തോട്ടങ്ങൾ നിൽക്കുന്നത്. പിന്നെ രാജമല്ലി വിരിഞ്ഞ് നിൽക്കുന്ന റോഡുകളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അതൊരു വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. ആ രാജമല്ലിയുടെ ഇടയിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുമ്പം അത് കണ്ടു വരുന്നത്. റോഡ് നിറയെ രാജമല്ലികളാണ്. 2 സൈഡിലും ഒരുപാട് മരങ്ങൾ പൂത്ത് നിൽപ്പുണ്ട്. അത് കാണാൻ നല്ല ഭംഗിയാണ്. അങ്ങനെ നമുക്ക് കണ്ട് യാത്ര ചെയ്ത് വരാനും നല്ല സുഖമാണ്. പൂജാരീസ് ഹോട്ടലിൽ എപ്പോൾ ചെന്നാലും നല്ല തിരക്കാണ്. ഭക്ഷണം കഴിക്കാൻ തന്നെ നമുക്ക് സീറ്റ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഓരോ ആൾക്കാരും കഴിച്ചിട്ട് എണീക്കുമ്പോൾ തന്നെ നമ്മൾ ആ സീറ്റിലിരുന്നോണം, അപ്പം തന്നെ നമുക്ക് സീറ്റ് കിട്ടത്തുള്ളൂ. അങ്ങനെയൊക്കെയാണ് സീറ്റ് കിട്ടുന്നത്. അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ എത്ര നേരം നമ്മൾ വെയിറ്റ് ചെയ്താലും സീറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അത്രയ്ക്ക് തിരക്കാണ് അവിടെ. എല്ലാ തരം ആൾക്കാരും വരാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ മദ്യപിക്കുന്നവർക്കൊക്കെ പ്രത്യേകം ഏരിയ അവർ സെറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അവിടെയും കൊടുക്കും. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നിടത്ത് ചോദിക്കുന്നവർക്ക് അങ്ങനെയും കൊടുക്കും. അങ്ങനെയൊക്കെ എല്ലാ സൗകര്യങ്ങളും ഈ ഹോട്ടലിലുണ്ട് എന്ന് കരുതി നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും നമ്മൾ ചെല്ലുന്ന ഒരു മനുഷ്യർക്കും ഉണ്ടാകാറില്ല. വളരെ മനോഹരമായ ഒരു ഗാർഡനാണ് ഇവിടെ ഉള്ളത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഗാർഡനാണ്. അപ്പോൾ ഈ മനോഹരമായ വീഡിയോ നമുക്കൊന്ന് കണ്ടുവരാം.